ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണമെന്നത് നമുക്കെല്ലാവർക്കും ഒരു തീരാവേദനയാണ്. സമാനമായ സാഹചര്യത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട വേദന മറികടക്കാൻ സ്വന്തം മക്കൾക്കായി എഴുത്തുകാരിയായ ഒരമ്മ. അങ്ങനെയായിരുന്നു കൗറി റിച്ചൻസ് എന്ന സ്ത്രീയെ ലോകമറിഞ്ഞത്. തൻ്റെ 3 മക്കൾക്ക് അച്ഛൻ്റെ വേർപാട് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരെ ആശ്വസിപ്പിക്കാനായി ഒരമ്മ തയ്യാറാക്കിയ പുസ്തകം എന്ന നിലയിൽ ആർ യു വിത്ത് മീ എന്ന ആ കൃതി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ലോകത്തെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ആ കണ്ണീർ കഥയുടെ പിന്നിൽ അതിക്രൂരമായ ഒരു കൊലപാതകം മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കായി പുസ്തകമെഴുതി സ്വന്തം ഭർത്താവിൻ്റെ ആ 3 മക്കളുടെ അച്ഛൻ്റെ വേർപാടിൽ അവരെ ചേർത്ത് നിർത്തിയ ആ അമ്മ തന്നെയാണ് കൊലപാതകിയെന്ന് കോടതി കണ്ടെത്തുമ്പോൾ അത് ആധുനിക ക്രൈം ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ കേസുകളിലൊന്നായി മാറി. 2022 മാർച്ച് 4-ന് US-ലെ യൂട്ടായിലുള്ള പാർക്ക് സിറ്റിക്ക് അടുത്തുള്ള ഒരു ആഡംബര വസതിയിൽ നിന്ന് പോലീസിൻ്റെ എമർജൻസി വിഭാഗത്തിലേക്ക് കൗറി റിച്ചൻസിൻ്റെ നിലവിളിച്ചുള്ള ആ ഫോൺ കോൾ എത്തുന്നു. തൻ്റെ ഭർത്താവ് എറിക് റിച്ചൻസ് അബോധാവസ്ഥയിലാണെന്നായിരുന്നു അവരുടെ സന്ദേശം. എന്നാൽ പോലീസും ആരോഗ്യ പ്രവർത്തകരും അവിടേക്ക് എത്തുമ്പോഴേക്കും എറിക് മരണപ്പെട്ടിരുന്നു. തങ്ങൾ മനോഹരമായി ആസ്വദിച്ച ഒരു ആഘോഷരാവിനൊടുവിലാണ് എറിക് മരിച്ചതെന്നായിരുന്നു കൗറിയുടെ മൊഴി. ആഘോഷത്തിൻ്റെ ഭാഗമായി താൻ തന്നെ പകർന്നു നൽകിയ ഒരു വോഡ്ക ഡ്രിങ്ക് കുടിച്ച ശേഷം എറിക്ക് ഉറങ്ങാൻ പോയെന്നും അല്പം കഴിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹം തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്നതായി കണ്ടുവെന്നും അവർ പോലീസിന് മൊഴി നൽകി. ഭർത്താവിൻ്റെ മരണശേഷം കൗറി ഒരു എഴുത്തുകാരിയായി മാറി. കുട്ടികൾക്ക് മരണത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചിത്രപുസ്തകം അവൾ പ്രസിദ്ധീകരിച്ചു. പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖങ്ങളിൽ അവൾ ഭർത്താവായ എറിക്കിനെ വണ്ടർഫുൾ ഡാഡി എന്നും പ്രിയപ്പെട്ട ഭർത്താവെന്നുമൊക്കെ വിശേഷിപ്പിച്ചു. അവരുടെ കണ്ണീർ കണ്ട ലോകം ആ അമ്മയെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഇതിനിടയിൽ എറിക്കിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പരിശോധനയിൽ കണ്ടെത്തിയത് എറിക്കിൻ്റെ ശരീരത്തിൽ മാരകമായ അളവിൽ ഫിനാറ്റൈൽ എന്ന മയക്കുമരുന്ന് കലർന്നിരുന്നു എന്നാണ്. ഒരാളെ കൊല്ലാൻ ആവശ്യമായതിനേക്കാൾ 5 ഇരട്ടി അളവിലായിരുന്നു ഇത്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ കൗറിയുടെ ഫോൺ രേഖകളും സാമ്പത്തിക ഇടപാടുകളും വിശദമായി പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 2021 ഡിസംബർ മുതൽ കൗറി മയക്കുമരുന്ന് ഇടപാടുകാരുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. മൈക്കിൾ ജാക്സന്റെ മരണത്തിന് കാരണമായതുപോലുള്ള ശക്തമായ മയക്കുമരുന്നുകൾ വേണമെന്നായിരുന്നു അവൾ ഡീലർമാരോട് ആവശ്യപ്പെട്ടത്. മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വാലന്റൈൻസ് ഡേ ദിനത്തിൽ കൗറി എറിക്കിന് നൽകിയ ഒരു സാൻഡ്വിച്ചിലൂടെ അവർ ആദ്യമായി ഈ വിഷം ഭർത്താവിന് നൽകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് കടുത്ത അസ്വസ്ഥതകൾ അനുഭവിച്ചെങ്കിലും എറിക്ക് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതേസമയം അന്നേ ദിവസം താൻ വിഷം കഴിച്ചതായി എറിക്ക് സുഹൃത്തുക്കളോട് സംശയം പ്രകടിപ്പിച്ചതായുള്ള തെളിവുകളും കോടതിയിലെത്തി. എറിക്കിനെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ $40 ലക്ഷം, അതായത് ഏകദേശം 37.21 കോടി രൂപ ആസ്തി കൈക്കലാക്കുക എന്നതായിരുന്നു കൗറിയുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ അവൾക്ക് മറ്റൊരു കാമുകനുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നതായും അയാൾക്കൊപ്പം പുതിയൊരു ജീവിതം അവൾ സ്വപ്നം കണ്ടിരുന്നതായും പ്രോസിക്യൂഷൻ കണ്ടെത്തി. സമ്മിറ്റ് കൗണ്ടി കോടതിയിൽ നടന്ന വിചാരണയിൽ 40-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. താൻ നിരപരാധിയാണെന്ന് കൗറി റിച്ചൻസ് വാദിച്ചെങ്കിലും അവൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ സ്ത്രീയുടെ മൊഴി കോടതിയിൽ അതിനിർണായകമായി. വെറും 3 മണിക്കൂറത്തെ ആലോചനകൾക്ക് ശേഷം ജൂറി ഐക്യകണ്ഠേന വിധി പുറപ്പെടുവിപ്പിച്ചു. കൗറി കുറ്റക്കാരിയാണ്. കൊലപാതകം, വഞ്ചന, ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള ശ്രമം, കൊലപാതക ശ്രമം എന്നിങ്ങനെ എല്ലാ വകുപ്പുകളിലും അവൾ ശിക്ഷിക്കപ്പെട്ടു. അമേരിക്കയിലെ നിയമപ്രകാരം 25 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ഭർത്താവിനെ കൊന്ന കേസിൽ പിടിയിലായ കൗറി റിച്ചൻസ് ആ സമയത്ത് തന്നെ സമ്പന്നർക്ക് വേണ്ടിയുള്ള ആഡംബര ജയിലുകളെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ട് വന്നിരുന്നു. US-ലെ യൂട്ട മേഖലയിലെ കാരാഗൃഹങ്ങളെക്കുറിച്ചും ആഡംബര ജയിലുകളെക്കുറിച്ചുമാണ് കൗറി റിച്ചൻസ് പ്രധാനമായും ഗൂഗിളിൽ തിരഞ്ഞത്. ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീണ്ടെടുക്കാൻ കഴിയുമോ? ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം ലഭിക്കാൻ എത്ര നാൾ വേണ്ടിവരും? പോലീസിന് ഒരാളെ നിർബന്ധിച്ച് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? മരണ സർട്ടിഫിക്കറ്റിൽ മരണകാരണം മാറ്റാൻ കഴിയുമോ? തുടങ്ങിയുള്ള കാര്യങ്ങളും അവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതായും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ കേസ് ലോകത്തെ ഞെട്ടിക്കുന്നത് അതിൻ്റെ വൈരുദ്ധ്യം കൊണ്ട് തന്നെയാണ്. ഒരു വശത്ത് തന്നെ ജീവനോളം സ്നേഹിച്ച സ്വന്തം ഭർത്താവിനെ വിഷം നൽകിക്കൊന്ന കൊടും ക്രൂരത, മറുവശത്ത് ആ മരണം വിറ്റ് പണമുണ്ടാക്കാനും സഹതാപം നേടാനും തയ്യാറാക്കിയ ഒരു പുസ്തകം. ആട്ടിൻ തോലിട്ട ചെന്നായയെ പോലെ രക്ഷകയുടെ മുഖം മൂടി അണിഞ്ഞ് തൻ്റെ മക്കളെ പോലും അവൾ ഈ വഞ്ചനയുടെ ഭാഗമാക്കി മാറ്റി. സ്നേഹത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ കുറ്റവാളികളെ തിരിച്ചറിയുക എന്നത് അസാധ്യമാണെന്ന് കൗറി റിച്ചൻസിൻ്റെ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എറിക്കിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം
ഈ വിധി അവർക്കൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഒരേ സമയം ആ 3 മക്കൾക്ക് നഷ്ടമായത് സ്നേഹനിധിയായ ഒരു അച്ഛനെയാണ്. അമ്മയാകട്ടെ ശേഷിക്കുന്ന കാലം ഇനി കാരാഗ്രഹത്തിനുള്ളിലും.